ആണോ? നീ 2 ദിവസം കൂടി നിന്നിട്ട് പോയിക്കൂടെ? എങ്ങനെ 2 ദിവസം നിന്നിട്ട് പോവാനമ്മ? അതിന് അവിടെ ഒരാളെ വിട്ടിട്ടല്ലേ വന്നിക്കണു. പിന്നെ ഇവിടെ എങ്ങനെ സമാധാനത്തിൽ നിക്കാനാ? ഇക്കാക്ക് ലീവ് ഒന്നും കിട്ടിയിട്ടില്ല അത്ര. അപ്പൊ അതൊന്ന് പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട്. അതിന് വേറെ ആരെങ്കിലും വന്ന് നിക്കാൻ പറയും. നീ വരുന്നത് എപ്പോഴെങ്കിലും അല്ലേ? വന്നത് ഇങ്ങനെ പോണാ? വേറെ ആൾക്കാരെ വിട്ടാലൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ ആ വീട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കൊളാക്കി വെച്ചിട്ടുണ്ടാവും. എവിടെ മൂത്രയിക്കണേ, എവിടെ പോയി ഇരിക്കണം, ഇതാക്കണം എന്നൊന്നുമില്ല. എല്ലാം കിട്ടണോടത്തൊക്കെ ചെയ്തു വെക്കല്. അപ്പൊ ഞാൻ പോകുമ്പോത്തിന് ആ വീട് എന്ത് കോലാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിൽ ഇപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തല്ലേ. ഞാൻ റെഡി ആവട്ടെ. മുമ്പ് എനിക്ക് എന്തെങ്കിലും സാധനങ്ങളാക്കി തട്ട്. ചെല്ല്, ഞാൻ കുറച്ച് തുണികൾ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. നിന്റെ അമ്മായിമ്മയല്ല, അതിന് കണ്ണൊന്നും കാണുന്നില്ല. അതിനെന്തിനാ എത്ര പേടിക്കാനുള്ളത് എനിക്ക്? അതിന് പോയി പണി നോക്കാൻ പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. അവിടെ ഒരെണ്ണം ഇല്ല, ഉമ്മാന്റെ പുന്നാര മോന്. അത് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇരുന്നാ മതിയാ. മനുഷ്യനൊരു തൊഴിലും തരണ്ടേ? എങ്ങനെയെങ്കിലും അവരൊക്കെ ഒന്ന് പിടിച്ച് ഒഴിവാക്കണം. എന്നാലും തന്നെ ഇത്തിരി അവിടെ ഇരിക്കാൻ സമാധാനം കിട്ടുള്ളൂ. രാവിലെ എണിച്ചപ്പോ തൊട്ട് പണികളാണ്. കിടക്കണ നേരം വരെയും പണി. അതൊന്നും അറിയണ്ട. എല്ലാം ചെയ്തു വെച്ചിട്ട് പണിക്ക് പോയ ഒന്നും അറിയണ്ട. മനുഷ്യനാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ കണ്ണു കാണാത്തതിനെയും വെച്ചിട്ട്. പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സമയം ഇപ്പൊ തന്നെ അത്യാവശ്യമായിട്ടുണ്ട്. ഉമ്മ എനിക്ക് എന്തെങ്കിലും എടുത്തു വെക്കി, ഞാൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോട്ടെ. ശരി, നീ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ? വായോ.